ഇന്ന് വൃശ്ചികം 1 മണ്ഡലകാലം തുടങ്ങല്ലേ. രാവിലെ നേരത്തെ എണീറ്റ് കുളിച്ച് വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു. ഇന്ന് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള അയ്യപ്പൻകാവിൽ വിശേഷ പൂജകളൊക്കെ ഉണ്ട്. രാവിലെ കലശമാടൽ, നവകം, പഞ്ചഗവ്യം അതൊക്കെ ഉണ്ട്. അപ്പോൾ രാവിലെ അമ്പലത്തിലേക്ക് പോകണം. അതുകൊണ്ട് 5 മണിക്ക് എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് വിളക്ക് വെപ്പും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് മാല കെട്ടാനിരുന്നു കേട്ടോ. വലിയമ്മ കുറച്ച് തെച്ചിപ്പൂവൊക്കെ തന്നിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് തുളസിപ്പൂവൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നത് പൊട്ടിച്ചിട്ട് അങ്ങനെ രാവിലെ മാല കെട്ടാണ്. അമ്മ എനിക്ക് നാരൊക്കെ റെഡിയാക്കി തന്നു. അപ്പോൾ ഞാൻ തലേ ദിവസം തന്നെ തെച്ചിപ്പൂവൊക്കെ റെഡിയാക്കി വെച്ചു. അപ്പോൾ ഒരു ഉണ്ടമാലയ്ക്കുള്ള പൂവൊക്കെ ഉണ്ട്. പക്ഷേ രാവിലെ ഉണ്ടമാല കെട്ടാനിരുന്ന കുറേ സമയമാവും എനിക്ക്. അതുകൊണ്ട് ഞാൻ സാധാരണ ഒരു മാല കെട്ടാമെന്ന് വിചാരിച്ചു. അങ്ങനെ തുളസിയും തെച്ചിയും വെച്ചിട്ടുള്ള മാലയാണ് ഇപ്പോൾ കെട്ടുന്നത് കേട്ടോ. മാല കെട്ടുന്നതിൻ്റെ വീഡിയോ ഇതിനു മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തപ്പോൾ അതൊരു ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ട് ഇടുമോ, മാല കെട്ടുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് പഠിപ്പിച്ച് തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് കമൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു ട്യൂട്ടോറിയൽ വീഡിയോ അല്ല, എന്നാലും ഞാൻ പറഞ്ഞു തരാം. വാഴനാരിലാണ് ഞാൻ മാല കെട്ടാറുള്ളത്. വാഴനാര് അതുപോലെ ദർഭപ്പുല്ല് ഇത് രണ്ടും ഉപയോഗിക്കാറുണ്ട് കേട്ടോ. എനിക്കധികം വാഴനാരിൽ കെട്ടിയിട്ടാണ് ശീലം, മാല കെട്ടിയിട്ടാണ് ശീലം. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. 2 വാഴനാര് നമ്മൾ മാല കെട്ടാൻ തുടങ്ങുമ്പോൾ 2 വാഴനാര് നല്ല പൊട്ടാത്ത നല്ല മയമുള്ള 2 വാഴനാര് ഇങ്ങനെ ക്രോസായി വെക്കാം. ക്രോസായിട്ട് വെച്ചിട്ട് നന്നായിട്ട് പിരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കേട്ടോ. 2 വാഴനാര് ഇങ്ങനെ പിരിച്ചിട്ട് ആദ്യം നമ്മളതിനൊരു കെട്ടിടണം. പൂവ് താഴെ പോകാൻ പാടില്ലല്ലോ. അതിനാദ്യം നമ്മളതിലൊരു കെട്ടിടണം. കെട്ട് ഞാനിടുന്നത് ഈ മോതിര വിരലിലൊക്കെ ഇടാൻ പാകത്തിനൊരു വലിപ്പത്തിൽ ഒരു റിങ് പോലെ, പവിത്രക്കെട്ടെന്നൊക്കെ പറയില്ലേ വിരലിൽ, അതുപോലെ ഇങ്ങനെ വട്ടത്തിലൊരു റിങ് പോലെയാണ് കെട്ടിടുക. എന്നിട്ട് 2 വാഴനാരിൻ്റെ ഇടയിൽ പൂക്കൾ, ഏത് പൂക്കളായാലും ആദ്യം തുളസി പൂവാണ് വയ്ക്കുക. തുളസി പൂവ് എന്നിവിടെ പറയട്ടോ, തുളസി ഇല, തുളസി കഴുത്ത് എങ്ങനെ വേണമെങ്കിൽ പറയാം. തുളസി ആണ് വയ്ക്കുക. വെച്ചിട്ട് പിരിക്കുക. 2 വാഴനാരിൻ്റെ ഇടയിൽ ഈ പൂവ് ഏതാണെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് പിരിക്കുക. അത്രേ വേണ്ടൂ. ആദ്യം ഒക്കെ കെട്ടുമ്പോൾ നമ്മൾ പിരിച്ചാലും ആ പൂവ് താഴെ വീണൊക്കെ പോവും ചിലപ്പോൾ. ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ ഒക്കെ അങ്ങനെയായിരുന്നു. പിന്നെ അത് അങ്ങനെ കെട്ടി ശീലമാവും. അപ്പോൾ പിന്നെ അതവിടെ ഉറച്ച് നിന്നോളും. ഈ പിരിക്കുന്നത് കുറച്ച് ടൈറ്റായിട്ട് പിരിക്കാൻ ശ്രമിക്കുക. പൂവ് താഴെ പോകരുത്, അത്രേ വേണ്ടൂ. അതങ്ങനെ ചെയ്ത് വരുമ്പോൾ ശരിയായി വരും. പിന്നെ നമ്മുടെ ഭാവനയ്ക്കനുസരിച്ചാണ് അതിൻ്റെ കളർ കോമ്പിനേഷൻ. തുളസി, തെച്ചി ഇതൊക്കെ എങ്ങനെ വെക്കണം, ഏത് രീതിയിൽ വെച്ചാൽ ഭംഗിയുണ്ടാവും, ഇതൊക്കെ അവനവൻ്റെ ഭാവന പോലെ ഇരിക്കും കേട്ടോ. ഞാൻ സാധാരണ കുട്ടിക്കാലത്ത് ഞാൻ പഠിച്ച ഒരു ശൈലിയിൽ തന്നെ അങ്ങ് കെട്ടുന്നേ ഉള്ളൂ. അപ്പോൾ തെച്ചിപ്പൂവൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 3-4 പൂവ് അറ്റ് എ ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും വയ്ക്കുക. എന്നിട്ട് പിരിക്കുക. അപ്പോൾ നല്ല ഭംഗിയായിട്ട് ഇത് അതുപോലെ വരും. ഇങ്ങനെയാണ് ഇന്ന് ഞാൻ മാല കെട്ടിയത് കേട്ടോ, തുളസിയും തെച്ചിയും ഉപയോഗിച്ചിട്ട്. ഇതിൻ്റെ ഇടയിൽ ഒരു ഭാഗത്തൂടെ വേണമെങ്കിൽ തുളസി വയ്ക്കാം, അപ്പോഴും ഭംഗിയാണ്. എന്തായാലും എൻ്റെ മാല അങ്ങനെ ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ട് ഞാൻ പിന്നൊരിക്കൽ ചെയ്യാം കേട്ടോ. ഇപ്പോൾ രാവിലെ എനിക്ക് അതിനൊന്നും നേരം ഉണ്ടായിരുന്നില്ല. പിന്നെ ഒന്നാമത് ഭയങ്കര കൊതുക്, മാല കെട്ടുന്നതിനിടയ്ക്ക് കൊതുകിനെ ഓടിക്കുകയും വേണമായിരുന്നു. അങ്ങനെ മാലയൊക്കെ റെഡിയായി വാഴയിലയിൽ മാലയൊക്കെ വെച്ച് അമ്പലത്തിലേക്ക് പോവുകയാണ് ഗൈസ്. കൂടെ നമ്മുടെ അച്ചൻകുട്ടനും ഉണ്ട്. ഇത് കലശങ്ങളാണ് കേട്ടോ.
എല്ലാ വൃശ്ചികം 1-നും ഞങ്ങളുടെ മേക്കാങ്കാവിൽ കലശമാടലും നവകവും പഞ്ചഗവ്യവും ഒക്കെ ഉണ്ട്. അഷ്ടപതി ആലപിച്ച ആളാണ് ആ നടുവിൽ നിൽക്കുന്നത്. ഉണ്ണിയേട്ടൻ്റെ വൈഫ് ജയന്തി ചേച്ചിയാണ് തൊട്ടടുത്ത് നിൽക്കുന്നത്. വൃശ്ചികം 1-ന് തന്നെയാണ് ഞങ്ങളുടെ മേക്കാങ്കാവിൽ സപ്താഹം ആരംഭിക്കുന്നത്. അപ്പോൾ അതിനുള്ള പന്തലും കാര്യങ്ങളൊക്കെ അത് അവിടെ റെഡി ആയിട്ടുണ്ട്. വൃശ്ചികം 1, അതായത് ഇന്ന് തന്നെയാണ്. ഇന്ന് വൈകുന്നേരം സപ്താഹം തുടങ്ങുകയാണ് മാഹാത്മ്യ പാരായണത്തോടു കൂടി. സ്റ്റേജിൽ നമ്മുടെ കൃഷ്ണവിഗ്രഹങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഓരോരുത്തർ കൊണ്ടുവന്ന് വയ്ക്കുന്നതാണ്. നമ്മൾക്ക് വീടുകളിൽ കൃഷ്ണവിഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി വയ്ക്കാം. അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഫുൾ സെറ്റായിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ കല്ലുവഴി മേക്കാങ്കാവിലെ വൃശ്ചിക മാസത്തിലെ വിശേഷങ്ങൾ. വൃശ്ചികം 1 ആയതുകൊണ്ട് രാവിലെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. ഇഡ്ഡലിയും സാമ്പാറും ചുക്ക് കാപ്പിയൊക്കെ ആയിരുന്നു കേട്ടോ അമ്പലത്തിലെ ഭക്ഷണം. അപ്പം ഞങ്ങളിതൊക്കെ കഴിച്ചു. അമ്മക്കുട്ടിയും സിന്ധു ചേച്ചിയും പൊന്നും ഒക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ അതുപോലെ അമ്മ നാമം എഴുതാൻ തുടങ്ങി. അപ്പോൾ ഇതൊക്കെയാണ് വൃശ്ചികം 1 രാവിലത്തെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും ടാറ്റാ.